ഇങ്ങനെ ഒരു ഖുർആൻ പഠന പദ്ധതിയെക്കുറിച്ച് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന ഖുർആനാണ് ഞാൻ പഠിപ്പിക്കുക. അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പഠിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഡോക്ടർ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ടർ ആണെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ സമീപിച്ചതെന്നാണ്. അദ്ദേഹം നൽകിയിരിക്കുന്ന ആ ഫ്രീഡമാണ് ഈ കൂടെ പഠിക്കുന്ന പഠിതാക്കളുടെ കൂടെ എനിക്കും ഖുർആനിലൂടെ കുറേയേറെ സഞ്ചരിക്കാൻ സാധിച്ചത് എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ട് 10 വർഷമായോ എന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ എല്ലാവരെയും കൂടെ തന്നെ ഏറ്റവും മുമ്പിൽ ഇതിലൊരു മുന്നണി പ്രവർത്തകനായി നിൽക്കാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിനെ തന്നെ പഠിക്കണം. അതിന് സഹായകമായി നമ്മൾ എന്ത് സ്വീകരിച്ചാലും പഠിക്കേണ്ടത് ഖുർആനെ തന്നെ ആയിരിക്കണം എന്നതാണ് നമ്മുടെ ഈ ക്ലാസിൻ്റെയും ഈ സംരംഭത്തിൻ്റെയും ഒക്കെ പോളിസി. ആ പോളിസി അനുസരിച്ച് പോകാൻ ഇതുവരെയും സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായി വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓടിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു പാഠ്യപദ്ധതിക്ക് നമ്മളുടെ പേര് പുനർവായന എന്നാണ്. വീണ്ടും വായിക്കാനാണ്. എത്ര നമ്മൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് പൂർത്തീകരിക്കണം എന്ന ഉദ്ദേശമാണ് തുടങ്ങിയതെങ്കിലും എത്ര കാലം കൊണ്ട് പൂർത്തിയാകും? അത് പൂർത്തിയാകുമ്പോൾ ഞാനടക്കം നമ്മിൽ ആരൊക്കെ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവും എന്നൊന്നും പറഞ്ഞുകൂടാ. എന്നാലും അത് വളരെ മനോഹരമായ ആസ്വാദ്യകരമായ ഒരു യാത്രയാണ് എന്നതുകൊണ്ട് ആ രൂപത്തിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ ചരിത്ര ആഖ്യാനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷത്തിലേറെ സമയം ആ ഒരു തലത്തിൽ തന്നെയായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ 25ഓളം പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആനിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ചരിത്രം അത് മാത്രം വായിക്കാൻ കുറച്ചധികം സമയം വേണ്ടതുകൊണ്ട് നമ്മളത് മാറ്റിവെച്ചതാണ്. ഇപ്പം നമ്മൾ ആദ്യം മുതൽ പഠനം ആരംഭിച്ചപ്പോൾ മാറ്റിവെച്ചതാണ് സൂറത്തുൽ ഫാത്തിഹ. അവിടെ മാറ്റിവെച്ചിരിക്കുകയാണ്. കൂടുതൽ സമയം വേണ്ടതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മാറ്റിവെച്ചത്. അപ്പോൾ അവിടങ്ങളിലൊക്കെ നമ്മൾ ഒരാമുഖമായി പറഞ്ഞു വെച്ചത് ഖുർആൻ്റെ ചരിത്ര ആഖ്യാന രീതി സാധാരണ നമ്മൾ പഠിച്ചും പരിചയിച്ചും വന്ന ഒരു രീതിയിലല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് പറയാണ്, ഒരു രാജാവിനെക്കുറിച്ച് പറയാണ്, ഒരു സമൂഹത്തെക്കുറിച്ച് പറയാണ്. സാധാരണ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അയാൾ ഇന്ന കാലത്ത് ജനിച്ചു, ഇന്ന ആൾക്കാർ മാതാപിതാക്കൾ ഇത്ര കാലം ജീവിച്ചു, അതിനിടയിൽ ഇത്രാം വയസ്സിൽ ഭരണസാരഥ്യം ഏറ്റെടുത്തു, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യത്തിൻ്റെ വിസ്തൃതി ഇത്ര ഉണ്ടായിരുന്നു, ഇന്ന പരിഷ്കാരങ്ങളൊക്കെ ഭരണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന പ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ജനനം മുതൽ മരണം വരെ ഉള്ള ഒരു ചരിത്ര പഠന രീതിയാണ് പൊതുവിൽ നമുക്ക് ലഭിക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആ ഒരു രീതി സ്വീകരിച്ചതേയില്ല. അപൂർവം ചില പ്രവാചകന്മാരുടെ ജനനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഖുർആനിലുണ്ടെങ്കിലും അതേ പ്രവാചകന്മാർ എന്ന് മരണപ്പെട്ടു എന്ന് കൃത്യമുണ്ടില്ല. പലരുടെയും ജനനവും മരണവും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഭരണസാരഥ്യം ലഭിച്ചിരിക്കുന്ന പ്രവാചകന്മാരുണ്ട്. അവരുടെ പോലും ഭരണകാലത്ത് ആ രാജ്യത്തിൻ്റെ വിസ്തൃതി എത്രയായിരുന്നു പറഞ്ഞില്ല, ജനസംഖ്യ എത്രയായിരുന്നു പറഞ്ഞില്ല. ഭരണപരിഷ്കാരങ്ങൾ എന്ന നിലക്ക് എന്തെല്ലാം കാര്യമായി വന്നത് അത്ര അങ്ങ് അടിവരയിട്ടിട്ടില്ല. പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞ ചരിത്രം?
ചരിത്രം എന്നത് മുന്നോട്ട് നടക്കാനുള്ള ഒരു ചാലക ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന് ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രത്തിലൂടെ ഇനിയും മുന്നോട്ട് നടക്കാൻ ആവശ്യമുള്ളത് എന്താണോ അതാണ് ഖുർആൻ പറഞ്ഞത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ചില പ്രവാചകന്മാരുടെ കുറച്ച് വിശദമായി പറഞ്ഞു. ചില പ്രവാചകന്മാരെ പേരുകളിൽ അല്ലെങ്കിൽ ഏതാനും പദങ്ങളിൽ ഒതുക്കി. ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സ്വാഭാവികമാണ്. അത് പിൽക്കാലഘട്ടങ്ങളിലേക്കും നമുക്ക് വീണ്ടും വായിക്കാനുള്ളതാണെങ്കിൽ അത് വിശദമായി നൽകിയിരിക്കും. അല്ല, അവിടെ അവസാനിക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ സൂചനകളെ ഉണ്ടാവും. ഞാൻ ചെറിയ 2 സംഗതികൾ മാത്രമേ പറയുന്നുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജനനം മരണം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പിതാവിനെ പറഞ്ഞു, മാതാവിനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങൾ പോലെയുള്ള അങ്ങനെയുണ്ടല്ലോ, ആ തലങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കുറേ പ്രാർത്ഥനകൾ ഖുർആൻ എടുത്തു കൊടുക്കുന്നു. അദ്ദേഹത്തെ ചരിത്രം പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ചിലയിടങ്ങളിൽ ചില പ്രാർത്ഥനകൾ അതേപോലെ സ്വീകരിക്കുമ്പോൾ ചില പ്രാർത്ഥനകളിൽ അള്ളാഹു ഇടപെട്ട് തിരുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, സൂറത്തുൽ ബഖറയിലെ കുറേ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെതായി വന്ന അത് പരിശോധിക്കുമ്പോൾ അതിലൊരു ഭാഗം ചിലത് പ്രാർത്ഥനയാണ്, ചിലത് ആവശ്യം ഒരു റിക്വസ്റ്റാണ്. അപ്പം അള്ളാഹു പറയുന്നുണ്ട്, കാല ഇന്നി ജായിലുക ലിന്നാസി ഇമാമ, താങ്കളെ നാം ജനങ്ങളുടെ ഇമാമാക്കി നിർത്തിയിരിക്കുന്നു. സ്വാഭാവികമായി പ്രവാചകനാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ആ പച്ചയായ മനുഷ്യന്റെ ഒരു താല്പര്യമാണ്, ഒരു ആഗ്രഹമാണ് തൻ്റെ സന്തതി പരമ്പരയിലും അങ്ങനെ ഇമാമുമാരുണ്ടാവണം. അപ്പം അദ്ദേഹം എന്ത് പറഞ്ഞു? കാല വമിന ദുരിയത്തി. അള്ളാന്റെ മറുപടി മുഖത്തടിച്ച മാതിരിയാണ്. ലാ യനാലു അഹദിൻ ളാലിമീൻ. ഇബ്രാഹിമിന്റെ മോനാണെങ്കിലും അക്രമിയാണോ, നമുക്കൊരു ഇടപാടുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ പ്രത്യേകമായി പരിഗണിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിനവർ സ്വയം യോഗ്യരാവണം എന്നാണ് പറഞ്ഞത്. അവനവന്റെ യോഗ്യതക്കപ്പുറം അത് സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല. ശരിക്കും നല്ലൊരു തിരുത്തം കൊടുത്തത് നമുക്കൊരു പാഠം, ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായ പാഠം കിട്ടും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ നേതാവും ജേതാവുമായി അങ്ങനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയിൽ സങ്കുചിതത്വം വരാൻ പാടില്ല. അതുകൊണ്ട് മറ്റൊരു പ്രാർത്ഥനയിലും അതുപോലെ അല്ലാഹു ഇടപെട്ടു. വേറെയുണ്ട്. എന്താ ഇടപെട്ടത്? അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മക്കയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി. കൂടെ പറഞ്ഞ എന്താ? വർസുഖ് അഹ്ലഹും മിന സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവിടെയുള്ള വിശ്വാസികളായ ആളുകൾ, അവർക്ക് നീ ഭൗതികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു സാധാരണ പ്രവാചകൻ തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. കൂടെ മൊത്തം മനുഷ്യരുടെ ഇമാമായി വരുന്ന ഒരാൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോൾ അല്ലാതെ കാലവമൻ കഫൻ. എന്തൊക്കെയാണ് ഇബ്രാഹിം ചോദിച്ചത്? വിശ്വാസികൾക്ക് വേണ്ടി അതൊക്കെ അവിശ്വാസികൾക്കും നൽകൂട്ടോ. കാരണം അള്ളാഹു റഹ്മാനാണ്. അവൻ്റെ മുമ്പിൽ അവൻ നൽകുന്ന, അവനാണോ ഈ വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണമൊക്കെ നൽകിയത്, അല്ലേ? എല്ലാവർക്കും. അതൊന്നും നൽകുന്നതിൽ എവിടെയും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഒന്നും ഒരു പരിഗണനയില്ല. ഇതിൽ മാത്രമല്ല, അധികാരങ്ങളിൽ പോലുമില്ല. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ തൻസീഉൽ മുൽക്ക്, അങ്ങനെ ഖുർആൻ പറഞ്ഞല്ലോ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരവും ആധിപത്യമൊക്കെ കൊടുക്കുന്നു, അല്ലാത്തവൻ എടുത്തു കളയുന്നു ഉദ്ദേശിക്കുന്നവരിൽ. പക്ഷെ ആ ചരിത്രം നോക്കിയാൽ പോലെ എന്താ അവസ്ഥ? ഇബ്രാഹിം നബി ഒരു നാടോടിയാണ്, നാട് ഭരിക്കുന്ന നമ്രൂദാണ്. മൂസാ നബി ഒരു ആട്ടിടയനാണ്, നാട് ഭരിക്കുന്നത് ഫിറൗനാണ്. അപ്പോൾ അതൊക്കെ അതിന് കൂടെ പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹു അവൻ്റെ ഭൗതികമായ കാരുണ്യം, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കാൻ മതജാതി ഭേദങ്ങളെ പരിഗണിക്കില്ല. എങ്കിൽ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പോലും, പ്രത്യേകിച്ച്
ലോക നേതാവായിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പോലും അത് വന്നുകൂടാ, തിരുത്താം. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ മാത്രമല്ല, ആ ഒരു പ്രവാചകനെ അതുപോലെ മറ്റൊരു പ്രവാചകൻ ഇദ്രീസ് നബിയെ കൂടി ഒരേപോലെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ഖുർആനിൽ കാണാൻ പറ്റും. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം നബി ഖുർആൻ അനുസ്മരിക്കുകയാണ്, ഖുർആനെ എടുത്തു പറയാണ്. ആ വിഷയം നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. എന്താ പറയേണ്ടത് ഇബ്രാഹിം നബിയെ കുറിച്ച്? അദ്ദേഹം സിദ്ദീഖാണ്, സത്യസന്ധൻ എന്നാണ് മലയാളത്തിൽ അർത്ഥം കൊടുത്തത്. കേവലം സത്യസന്ധൻ എന്നല്ല, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്യസന്ധനായി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും സത്യം പറഞ്ഞു, എപ്പോഴെങ്കിലും സത്യത്തിന്റെ കൂടെ നിന്നുമല്ല. ഏതു സന്ദർഭങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും സത്യമേ പറയൂ, സത്യത്തിന്റെ കൂടെ നിൽക്കൂ, സത്യത്തിൽ ഉറച്ചു നിൽക്കൂ. അദ്ദേഹത്തിന്റെ ഒരു വലിയ ക്വാളിറ്റി ഇദ്രീസ് നബിയിലേക്കും ചേർത്ത് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് കൂടെ നബിയായി, പ്രവാചകനാണ്. ആ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അത് എത്രത്തോളം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിൽ, ഇപ്പൊ മകനെ അറക്കാനൊക്കെ പറഞ്ഞപ്പോ അല്ല തന്നെ പ്രയോഗിച്ചത് എന്താ? സ്വദ്ദക്ത റുയാന്ന്, നിന്റെ സ്വപ്നത്തെ നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, അഥവാ നീ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ പ്രയോഗിച്ചത്. അപ്പോ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണെങ്കിലും ഇനി ഒരു നിരോധനമാണെങ്കിലും എന്താണെങ്കിലും അതിന് അതേപോലെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചു എന്നുള്ളത് വലിയ പോസിറ്റീവായ വിഷയം. പ്ലസ് മാത്രം. കൂടെ പ്രവാചകനാണ്. ആ പ്രവാചകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യം എന്താ? ഏകദൈവാരാധനയിലേക്കാണ് ക്ഷണിക്കേണ്ടത്. ആ ക്ഷണിക്കുമ്പോ ആരെയാ തുടങ്ങേണ്ടത്? അത് പുറത്തെവിടെയും പോകേണ്ടതില്ല, അവനവന്റെ വീട്ടിന്റെ അകത്ത് തുടങ്ങണം. അപ്പൊ വാപ്പാനോട് തുടങ്ങി, മനോഹരമായി സംസാരിച്ചു വാപ്പാനോട്. അല്ലപ്പാ, നിങ്ങളെന്താ കേൾക്കാനും കാണാനൊന്നും കഴിയാത്ത ഈ ടീമിനെ ആരാധിക്കുന്നത്? ശാന്തമായിട്ടാണ് പറയുന്നത്. അവിടെ നിന്ന് പ്രകോപനത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ ആരാധിക്കുന്നവർക്ക് കാണാനും കേൾക്കാനും കഴിയില്ലല്ലോ. മാത്രമല്ല, എനിക്ക് ആണെങ്കിൽ യഥാർത്ഥ ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, സാക്ഷാൽ വിജ്ഞാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങളെ ഞാൻ ശരിയായ വഴിയിലേക്ക് നടത്തും. ഇതും ഉപ്പാനോട് പറയുന്നത്. തീർന്നില്ല, പിശാചിനെ ആരാധിക്കരുത്. പിശാചിനെ ആരാധിക്കുമ്പോ പിശാചി പരമകാരുണികനായിരിക്കുന്ന രക്ഷിതാവിനെ ധിക്കരിക്കുന്നവനാണ്. അപ്പൊ ആ വഴിയിൽ പോവും. അങ്ങനെ ഒന്നുകൂടി പറഞ്ഞു, വലിയ ഭയാനകമായ ശിക്ഷ താങ്കളെ വന്നു ഭവിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. വളരെ ശാന്തമായി അദ്ദേഹം സംസാരിച്ച, അല്ലെങ്കിൽ അദ്ദേഹം ഉത്ബോധിപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളോട് ബഹുദൈവാരാധകനായിരിക്കുന്ന പിതാവിന്റെ പ്രതികരണം എങ്ങനെ? അത് എക്കാലത്തെയും ആ തലത്തിലുള്ളവരുടെ പ്രതികരണം തന്നെയാണ്. റാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, നീ എന്റെ ആരാധ്യന്മാരെ വെടിയുകയാണോ? എങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കും. നീ എന്നിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് വിട്ടു നിൽക്കണം. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആലോചനയുടെ, ചിന്തയുടെ, യുക്തിബോധത്തിന്റെ തരിമ്പും ഉപയോഗപ്പെടുത്താതെ ഈ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ബുദ്ധിപരമായിരിക്കുന്ന വശങ്ങളെക്കുറിച്ച് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ തട്ടിക്കയറി ആ തലത്തിലുള്ള പ്രകോപനപരമായിരിക്കുന്ന സമീപനം സ്വീകരിക്കുകയായിരുന്നു അന്നത്തെ ബഹുദൈവാരാധകരുടെ പ്രതീകമായിരിക്കുന്ന അസർ. അവന്താ സംഗതി? പ്രവാചകന്മാർ നിർവഹിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലെ പ്രഥമമായിരിക്കുന്ന വിഷയം മുതൽ യുക്തിഭദ്രമായി ഓരോ മനുഷ്യനും ആലോചിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങളോട് പോലും ഒരു ബുദ്ധിയുടെ, ചിന്തയുടെ, ആലോചനയുടെ തലം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാതെ ചാടി വീണ് ആക്രമിക്കുന്ന സ്വഭാവമായിരുന്നു ഇപ്പുറത്തുള്ളത്. സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഇബ്രാഹിം നബി ആശങ്കപ്പെട്ട പോലെ തന്നെ നരകത്തിൽ കത്തിയെരിയും. ഒരു പ്രാർത്ഥന കൊണ്ട് പോലും ഒരു സഹായം ലഭ്യമാവില്ല, സപ്പോർട്ട് കിട്ടില്ല. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന തിരുത്താൻ അവിടെ പറഞ്ഞുകൊണ്ട് ലഭ്യമല്ല, സാധ്യമല്ല, അതിനുള്ള എന്താ പറയാ, അർഹതയുമില്ല. ഇനി ഞാൻ തിരിച്ച് അവസാനം വരുന്നത്
പരലോകത്ത് സ്വർഗത്തിനണയുന്ന, സ്വർഗം തന്നെ വിശാലമായ സ്വർഗത്തിനണയുന്ന ആളുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു വെച്ച 2 ഗുണങ്ങൾ എന്താണ്? കോപം അടക്കി വെക്കുകയും ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വർഗവാസിയാകാനുള്ള എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി, യോഗ്യതയിൽ, വിശേഷണങ്ങളിൽ പ്രധാനമായി എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഏത് സ്വർഗം? ആകാശഭൂമികളും വിശാലമായിരിക്കുന്ന സ്വർഗം. പിന്നെ അവരുടെ വേറെയും കുറച്ച് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയാൽ അവർ ഉടനെ പശ്ചാത്തപിക്കും, എന്നിട്ട് വീണ്ടും ഈ ശരിയായ മാർഗത്തിലേക്ക് അവർ സഞ്ചരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അവരെ കുറിച്ചാണ് മുഹസിൻ, അല്ലെങ്കിൽ അങ്ങനെയല്ല, എന്താ പറയുക, എല്ലാം ഏറ്റവും പെർഫെക്റ്റായി നിർവഹിക്കുന്നവർ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ പെർഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ കോപം അടക്കി വെക്കാൻ സാധിക്കണം. അത് സാധിച്ചില്ല ആദർന്നു. അത് സാധിക്കാത്ത പലരുണ്ട്. ചരിത്രത്തിന്റെ ഇങ്ങേ അറ്റത്തേക്ക് വരുമ്പോൾ മുഹമ്മദ് നബിയുടെ സമൂഹത്തിൽ നിന്ന് ചിലരെയൊക്കെ പേര് പറഞ്ഞുമല്ലാതെയും അല്ലെങ്കിൽ വിശേഷണങ്ങൾ പറഞ്ഞുമല്ലാതെയും ഒക്കെ ഖുർആൻ ഇങ്ങനെ ഒന്ന് തലോടി പോയിട്ടുണ്ട്, തോണ്ടിപ്പോയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് അബൂ ലഹബ്. അവിടുത്തെ വിഷയം എന്താ? ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അബൂ ലഹബിന്റെ പേരുണ്ടല്ലോ, എന്താ പേര്? അബൂ ലഹബ് തന്നെയാണോ? അല്ല, അബ്ദുൽ ഉസ്സ എന്നാണ് പേര്. ആ അബ്ദുൽ ഉസ്സ എന്നതിൽ നിന്ന് അബൂ ലഹബ് എന്നതിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത്? തഫ്സീറുകളൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിലേക്കും നല്ല ചുകന്ന് തുടിച്ച മുഖം എന്നൊക്കെ അതിലേക്കൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. നമ്മളതൊന്നും നിഷേധിക്കേണ്ടതല്ല, നിരാകരിക്കേണ്ടതില്ല. പക്ഷേ ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് വായിച്ചെടുക്കേണ്ട ചരിത്രത്തിന് കിട്ടുന്ന പാഠമെന്നാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു പാഠമെന്നാണ്. ആ പാഠം തിരിച്ചറിയണമെങ്കിൽ അബ്ദുൽ ഉസ്സ എന്ന പേരുണ്ടായിട്ടും അബൂ ലഹബ് എന്നതിലേക്ക് ഖുർആൻ നമ്മുടെ ശ്രദ്ധ തിരിച്ചെങ്കിൽ അതിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, അബൂ ലഹബിന്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ നന്മകളും എല്ലാ സമ്പാദ്യങ്ങളും നശിക്കുന്നല്ലേ? എന്നാ കാരണം ഖുർആൻ പറഞ്ഞോ? കാരണം ഖുർആൻ പറഞ്ഞോ? ഫിറൗനെ കുറിച്ച് പറയുമ്പോൾ കാരണം പറയുന്നുണ്ട്, നമ്രൂദിനെ കുറിച്ച് പറയുമ്പോൾ കാരണം പറയുന്നുണ്ട്, പല സമൂഹങ്ങളെയും ദുനിയാവ് തന്നെ നശിപ്പിക്കുമ്പോൾ കാരണം പറയുന്നുണ്ട്, നരകത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. എന്നാൽ അബൂ ലഹബിന്റെ എല്ലാ നന്മകളും നശിച്ചിരിക്കുന്നു എന്നും അയാൾ ശാശ്വതമായി നരകത്തിൽ കത്തിയെരിയുമെന്നും പറയുമ്പോ എന്തേ കാരണം പറഞ്ഞില്ല. ആ കാരണം പറയാതെ എന്തുകൊണ്ടാ? ആ കാരണം തന്നെയായിരുന്നു അയാൾക്കുള്ള വിശേഷണം. അബ്ദുൽ ഉസ്സക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷണം ആ കാരണമായിരുന്നു, നരകത്തിൽ പോകാനുള്ള കാരണമാണ് അദ്ദേഹത്തിന്റെ വിശേഷണം. എങ്കിൽ അബൂ ലഹബ് എന്ന് പറയുമ്പോൾ കോപാകുലനായ, കോപത്തെ ഒരിക്കലും ശമിപ്പിക്കാൻ തയ്യാറില്ലാത്ത ഒരു ചൂടനെ കുറിച്ച് പറയാവുന്ന പേരാണത് എങ്കിൽ അതൊരു സംസ്കാരത്തിന്റെ, ഒരു സ്വഭാവത്തിന്റെ പേര് കൂടിയാണെന്നാണ് പറഞ്ഞത്. എങ്കിൽ ആ സ്വഭാവമുള്ള, ആ സംസ്കാരമുള്ള, ആ വിശേഷണമുള്ള ഏതൊരു മനുഷ്യനും എന്ത് നന്മ ചെയ്തിട്ട് കാര്യമില്ല, ആ നന്മകൾ പൊളിഞ്ഞു പോകും. കാരണം സ്വർഗത്ത് പോകണമെങ്കിൽ അത് തകർന്നു പോകും, പൊളിഞ്ഞു പോകും. ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ചരിത്രം വായിക്കുമ്പോൾ അത് കിട്ടും. ഖുർആൻ അവിടെ ചരിത്രവും പറഞ്ഞു, കൂടെ എന്ത് പറഞ്ഞു? നമുക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യം കൂടി പറഞ്ഞു. അത് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി അങ്ങനെയുള്ള ചൂടന്മാരെ, കോപാകുലന്മാരെ, ഒരു കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ ഖുബൈസിന് താഴെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത്, വളരെ മാന്യമായിട്ട്, വളരെ ശാന്തനായിട്ട്. എന്നിട്ടും ആ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിക്കാൻ തയ്യാറില്ലാതെ, തരിമ്പും ആലോചിക്കാതെ അതിന് നേർക്ക് ചാടി വീണുകൊണ്ടാണ് മുഹമ്മദ് അലിഹാദ ജമാഅത്തന എന്ന് പറയുന്നത്. ആലോചിക്കുക. അപ്പോ ഇത്തിരി ആലോചിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ചാട്ടം ഉണ്ടാവില്ല, ആ എടുത്തുചാട്ടം ഉണ്ടാവില്ല. സത്യത്തിനെതിരെ അങ്ങനെയുള്ള അക്രമോത്സുകമായിരിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. ആ സ്വഭാവം തന്നെയാണ് അയാളുടെ ആ പേരിന്റെ പൊരുൾ. അബ്ദുൽ ഉസ്സക്ക് പകരം അബൂ ലഹബ് എന്നതിലേക്കുള്ള ആ മാറ്റത്തിന്റെ പൊരുളത്. ആ ഒരു അവസ്ഥ ആർക്ക് വന്നാലും നമ്മൾ വിശ്വാസികളെന്ന് പറഞ്ഞ കാര്യമില്ല, മുസ്ലിംകാരെന്ന് മാത്രം പറഞ്ഞ കാര്യമില്ല, രക്ഷപ്പെടില്ല. ഒരു നന്മയും ബാക്കി ഉണ്ടാവില്ല. എല്ലാം പൊളിഞ്ഞും തകർന്നും പോകാതെ മതിയാവും. മനുഷ്യബുദ്ധിയെ അന്ധമാക്കുകയും
കോപത്തെ മുമ്പിൽ നിർത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സ്വഭാവത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെയോ അവരെയും വെറുതെ വിടില്ല, അവരെയും വെറുതെ വിടില്ല. അതുകൊണ്ട് ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് ഹമ്മാലത്തൽ ഹത്തബ്, എരിതിയിൽ എണ്ണ ഒഴിക്കുന്നവൾ. ഇയാൾ ഉണ്ടാക്കുന്ന എല്ലാ ഫിത്നക്കും ഫസാദിനും കുഴപ്പങ്ങൾക്കും മൂർച്ച കൂട്ടിക്കൊടുക്കുന്നവൾ, അതിന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നവൾ. പിന്നെ ഒന്നുകൂടി പറഞ്ഞ അവസാനം എന്താ, ഫിജീദിഹ ഹബിൽ മിൻ മസദ്. അതിന് മലയാള ഭാഷ കൊടുത്തത് അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരിൻ്റെ ഒരു കയറുണ്ടെന്നാണ്. ഹമ്മാലത്തൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ വിറക് ചുമട്ടുകാരി എന്ന് തന്നെയാണ് അർത്ഥമെങ്കിൽ ഈ പറഞ്ഞ ഈത്തപ്പന നാരിൻ്റെ പിന്നെ കയറെന്ന് തന്നെ അവിടെ അർത്ഥം പറയേണ്ട കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറിച്ച് അത് പിന്നെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന, ഏഷണി പറയുന്ന, ഈ ഭർത്താവിന് എല്ലാ തെറ്റുകളിലും സപ്പോർട്ട് ചെയ്ത് എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആ സ്വഭാവത്തെയാണ് അവിടെ കുറിച്ചതെങ്കിൽ ഹബലും മസദി എന്ന് പറഞ്ഞാൽ, ജീദ് എന്ന് പറഞ്ഞാൽ സുന്ദരമായ മനോഹരമായ കഴുത്ത്. സാധാരണ കഴുത്തിന് ഉനുക്ക് എന്നേ പറയുള്ളൂ. ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള മനോഹരമായ കഴുത്ത്. ആ കഴുത്തിൽ അള്ളാഹു അണിയിച്ചു കൊടുക്കുന്നതിന് എന്ത്, നല്ല ചൂടാക്കിയിരിക്കുന്ന ലോഹത്തിന്റെ ആഭരണം. അതാണ് ഹബൽ. മനസ്സിലായല്ലോ? ആ മസദിന് അങ്ങനെയും ഒരു വിവക്ഷ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. നരകത്തിലിട്ട് സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ തന്നെ ആഭരണങ്ങൾ നരകത്തിലിട്ട് പഴിപ്പിച്ചിട്ട് കഴുത്തിലിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് പിന്നെ അങ്ങനെ ആഭരണം അണിയിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ. എന്ന പോലെ ഇവരുടെ ഈ കർമ്മങ്ങളുടെ, ഈ സ്വഭാവത്തിന്റെ, ഈ സംസ്കാരത്തിന്റെ ആകത്തുക ലോഹങ്ങളാക്കി ചുട്ടു പഴിപ്പിച്ചിട്ട് അത് ആഭരണമാക്കി കഴുത്തിലിട്ട് കൊടുക്കും. അത് അവളുടെ കഴുത്തിലുണ്ടെന്നാ പറഞ്ഞ്. എങ്കിൽ ഈ പാഠഭാഗത്തെ ചരിത്രത്തിലൂടെ തന്നെ വായിച്ചെടുക്കുമ്പോൾ, ആ ചരിത്രം വായിക്കുമ്പോൾ പിൽക്കാലക്കാർക്കും ഇനിയും വായിക്കാൻ, ലൈവായി വായിക്കാൻ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തേടിയെടുക്കാൻ കഴിയും എന്നുകൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതുപോലെയാണ് ഖുർആനിന്റെ ചരിത്രാഖ്യാന രീതി. അല്ലാതെ ഒരു കഥ പറയും പോലെ ഇന്ന കാലത്ത് ജനിച്ചു, ഇന്ന കാലത്ത് മരിച്ചു, ഇത്ര കാലം ജീവിച്ചു, ഇന്നൊക്കെ ഇതൊന്നുമല്ല. അത് ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്ത് അതിൽ ഓരോ വിഷയത്തിൽ നിന്നും, ഓരോ പദങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ആണ് ഖുർആൻ അതിന്റെ ചരിത്ര ആഖ്യാന രീതി, അല്ലെങ്കിൽ ആ രീതി ശാസ്ത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നെയും തുടരാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.